വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. അതായത് എഴുതിയിൽ തന്നിട്ടുണ്ട്. ഒന്ന്, അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെ ഇന്റർലോക്കിന്റെ പ്രവൃത്തി ഏകദേശം തീരാനായി. ഇന്നത്തോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് തീരും. നാളെ മുതൽ ഒരു 11 മണി മുതൽ ചെറിയ വാഹനങ്ങൾ, 4 ചക്രങ്ങളുള്ള വരെയുള്ള വാഹനങ്ങൾ നാളെ കംപ്ലീറ്റ് ആയിട്ട് ഓടാൻ തുടങ്ങും. 11 മണി മുതൽ ആരംഭിക്കും. ബസ് അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി, ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുമെന്ന്. വലിയ ട്രക്കുകൾ, വലിയ 80 ടണ്ണും 100 ടണ്ണും ഒക്കെ വെയിറ്റുള്ള ട്രക്കുകൾ പെട്ടെന്ന് അതിൽ കോൺക്രീറ്റ് ഒന്നും സെറ്റ് ആകുന്നതിന് മുമ്പ് പോകാൻ പ്രയാസമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ച കൂടി നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനെ പറ്റി പറയാനുള്ളത്. രണ്ടാമത്, ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്നുള്ള രീതിയിൽ പല പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓരോടമ്പാലും വൈലോങ്ങര ബൈപ്പാസിൻ്റെ അതിലിപ്പോൾ ഏകദേശം ആ വർക്കുകളൊക്കെ ഇതായിട്ടുണ്ട്. കളക്ടർ ഇന്നലെ അത് അപ്രൂവ് ചെയ്ത് തന്നു. 4 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കിഫ്ബിക്ക് കൊടുത്തിട്ടുണ്ട്. RBDC വഴിയാണ് അത് കിഫ്ബിക്ക് കൊടുക്കുന്നത്. ആ പണം ഒരാഴ്ച കൊണ്ട് കിട്ടും ഞങ്ങൾ പ്രതീക്ഷ. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ പൂർത്തീകരിക്കും. പിന്നെ 1 മാസം കൊണ്ട് അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയും ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. 2016 കിട്ടിയ AS ആയിരുന്നത്. ഇതിൽ പല ആൾക്കാരും കേസിന് പോയി അതങ്ങനെ മുഴുമിക്കാതെ അവിടെ ഇട്ടിരുന്നു. ഒന്നും ചെയ്തിരുന്നില്ല. പ്രാവശ്യം ഞാൻ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ വന്നതിന് ശേഷം വീണ്ടും ആ ഫയലെടുത്ത് കിഫ്ബിയിലൊക്കെ പോയി തെരഞ്ഞു പിടിച്ച ഫയൽ പൊക്കിയപ്പോൾ ഏകദേശം അത് അവർ ഡ്രോപ്പ് ചെയ്തെന്നുള്ള രീതിയിലിട്ടതായി. വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ അതിൻ്റെ ഏകദേശം എല്ലാമായി. അടുത്തൊരു 2 മാസം കൊണ്ട് നമ്മൾ പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ. പിന്നെ ഓരോടം മാനത്തുമംഗലം ബൈപ്പാസിന് ഇനി മുട്ടാത്ത വാതികളുടെ ചെയ്യാത്ത കാര്യങ്ങളില്ല. കുറേയധികം പ്രവർത്തികൾ നമ്മൾ നടത്തി. അതിനുവേണ്ടി നിയമസഭയിൽ 8 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി കൊടുത്തിരുന്നു. 8 പ്രാവശ്യം. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 8 പ്രാവശ്യം ഞാൻ നിയമസഭയിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. ഒരു പ്രാവശ്യം വളരെ MLA-മാർക്കൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ചാൻസാണ് നമ്മുടെ ഒരു സബ്മിഷൻ എന്നുള്ളത്. ആ സബ്മിഷൻ ഞാൻ ഉയർത്തിക്കൊണ്ട് 3 സ്ഥലങ്ങളിൽ, നമ്മുടെ ഓരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ്, അതുപോലെ തന്നെ ഓരോടമ്പാലം വൈലോങ്ങര ബൈപ്പാസ്, മക്കരപ്പറമ്പിനൊരു ബൈപ്പാസ് ഉണ്ടായി. ആ 3 ബൈപ്പാസിനും വേണ്ടി ഞാൻ സംസാരിച്ചിരുന്നു. ആ നടപടി സ്വീകരിക്കുമെന്ന് പറയാനല്ലാതെ കാര്യമായിട്ട് അതിനെപ്പറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടൊരു സമയം. MLA കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വലിയ അതിശയം എല്ലാ സ്ഥലങ്ങളും വരുന്നുണ്ട്. 14/3/22 ഒരു ചോദ്യം, 28/7/22 വേറൊരു ചോദ്യം, 8/12/22 വേറൊരു ചോദ്യം. അതുപോലെ തന്നെ അങ്ങനെയാണ് എടുക്കുകയാണെങ്കിൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൻ്റെ എല്ലാ ഡേറ്റും ഞാൻ പറയുന്നില്ല. അതൊന്നും ഇത് പറയാം. അതിൻ്റെ ഒക്കെ അവസാനം എന്താ പറയുക, പരിശോധിക്കാൻ തീരുമാനിച്ചു, നടപടി സ്വീകരിക്കുന്നു മാത്രമാണ്. അത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതിന് വേണ്ടിയിട്ട് UDF 9 കൊല്ലമായിട്ട് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം LDF അധികാരത്തിൽ ആദ്യമായിട്ട് വന്ന ആ സമയത്ത് ഞങ്ങൾ ഇപ്പോഴത് കൊണ്ടുവരും, ഇപ്പോൾ വാശിയോടുകൂടി അത് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ് അതിനുള്ളൊരു വലിയ പ്രവർത്തനം നടത്തി. 2017 സെപ്റ്റംബറിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സീനിയർ ഒരു നേതാവ്, CPM-ന്റെ നേതാവിനെയും കൂട്ടി ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ, അങ്ങാടിപ്പുറത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടി, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഒക്കെ പോയി അവിടുത്തെ മന്ത്രി സുധാകരൻ അന്ന് കണ്ടിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട് ഉടനെ. അതേപോലെ തന്നെ ഇത് കണ്ടതിന് ശേഷം ഒരു കാര്യം നടന്നില്ല. അതിനുശേഷം 2019 നവംബറിൽ നമ്മുടെ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന ആ കാലഘട്ടങ്ങളിൽ, സാധാരണഗതിയിൽ സ്പീക്കർമാരൊന്നും ഇങ്ങനത്തെ ഒരു കാര്യത്തൊന്നും പുറമേക്ക് വന്ന് ചെയ്യാറില്ല. പക്ഷേ വളരെ നല്ല കാര്യം, അദ്ദേഹം വന്നു, കലക്ടറേറ്റിൽ പോയി എല്ലാവരെയും കൂട്ടി ഒരു വലിയൊരു മീറ്റിംഗ് ഒക്കെ നടത്തി. ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് അതിന് ചിത്രം, വേണമെങ്കിൽ എല്ലാവർക്കും തരാം. ഇപ്പൊ 2017 അങ്ങാടിപ്പുറത്തുള്ള CPM-ന്റെ സെക്രട്ടറി, LC സെക്രട്ടറി, ഇത് ഒരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അട്ടിമറിച്ച ഈ ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു നീളത്തിലുള്ളൊരു കത്ത് എഴുതിയിട്ടുണ്ട്. DPR ഇപ്പൊ ഉണ്ടാക്കും, പിന്നെ എല്ലാം കൂടി ഇപ്പൊ ഇതൊക്കെ ശരിയാക്കുന്ന കണ്ടെന്ന് എഴുതിയത് മന്ത്രി റിയാസ് അറിയിച്ചു.